സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെങ്ങും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം. സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം. രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്തസാക്ഷികളുടെ ചുടുനിണത്തിലാണ് സഭ ജന്മം കൊണ്ടത്, വളർന്നത്, ഇന്നും ജീവിക്കുന്നത്. ലോകത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ വിശ്വാസത്തിനു വേണ്ടി ത്യാഗം ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഏറെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഓരോ 6 മിനിറ്റിലും ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെടുന്നു, വിശ്വാസത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ രക്തസാക്ഷിത്വം എത്ര ശക്തമായ വിശ്വാസ പ്രഘോഷണമാണെന്ന് നാം തിരിച്ചറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. കുരിശിലൂടെ ജീവൻ വെടിഞ്ഞ് നമുക്ക് വേണ്ടി രക്തം ചിന്തിയ യേശുവിൻ്റെ മാതൃക പിൻചൊല്ലുവാൻ ഓരോ വിശ്വാസിയെയും ക്ഷണിക്കുകയാണ് ഈ ആധുനിക കാലത്ത് നാം നേരിടുന്ന രക്തസാക്ഷിത്വം. വൈദികരും സമർപ്പിതരും ധാരാളം വിശ്വാസികളും വിശ്വാസത്തിനു വേണ്ടി ധീര രക്തസാക്ഷികളാകുന്നുണ്ട്. ഇത് സഭയുടെ ആരംഭം മുതൽ ഉള്ളതാണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിൽ മാർപ്പാപ്പമാരുണ്ട്, മെത്രാന്മാരുണ്ട്, വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, വിശ്വാസികളുണ്ട്. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ സെൽവേരിയോസ് പാപ്പയെക്കുറിച്ചാണ്. കേവലം 2 വർഷക്കാലം മാത്രം തിരുസഭയെ നയിച്ച മഹാനായ ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ സിൽവേരിയോസ് പാപ്പ. പല കാരണങ്ങളാലും സവിശേഷതയുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സിൽവേരിയോസ് പാപ്പയുടെ പിതാവ് പോപ്പ് തന്നെയായിരുന്ന വിശുദ്ധ ഹോർമിസ്ഡാസ് ആയിരുന്നു. ഒരു സബ് ഡീക്കനായിരിക്കവെയാണ് അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് പിന്നിൽ അദ്ദേഹത്തെ തുടർന്ന് പോപ്പായി സ്ഥാനമേറ്റ ബിജിലിയൂസിന് പങ്കുണ്ടായിരുന്നു. മരണശേഷം അത്ഭുത പ്രവർത്തകനായ ഒരു വിശുദ്ധനായി വിശുദ്ധ സിൽവേരിയോസ് വണങ്ങപ്പെടുന്നു. പിതാവേ, ഒരുപാട് ജനപ്രീതിയുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെൽവേരിയോസ് പാപ്പ എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? വിശുദ്ധ സിൽവേരിയസിൻ്റെ പിതാവ് ഹോർമിസ് മാർപ്പാപ്പ തന്നെയായിരുന്നു. ഒരു മാർപ്പാപ്പയുടെ പിതാവ് ഒരു മാർപ്പാപ്പയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഹോർമിസ് ദാസ് എന്ന മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹം 513 മുതൽ 523 വരെ വളരെ കുറഞ്ഞ കാലഘട്ടം മാർപ്പാപ്പയായിരുന്നു. അതെങ്ങനെയാണ് ഒരു മാർപ്പാപ്പ വിവാഹം കഴിച്ച ആൾക്ക് മാർപ്പാപ്പയാകുവാൻ സാധിക്കുന്നത്? അദ്ദേഹത്തിൽ നിന്ന് വിവാഹം കഴിച്ചു, പിന്നെ ഭാര്യ മരിച്ചുപോയി. അദ്ദേഹം പിന്നീട് പൗരോഹിത്യം സ്വീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ ആയ സിൽവേരിയൂസ് പിന്നീട് മാർപ്പാപ്പയാകുന്നത്. പിതാവേ, മാർപ്പാപ്പ സ്ഥാനത്തേക്കുള്ള വിശുദ്ധ സിൽവേരിയോസ് പാപ്പയുടെ സ്ഥാനാരോഹണം എപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞു തരാമോ? സിൽവേരിയോസ് മാർപ്പാപ്പ
537 മുതൽ 538 വരെ, 36, 38, ഒരു ജൂൺ 536 ജൂൺ മാസമാണ് മാർപ്പാപ്പയാകുന്നത്. 538 ജൂൺ മാസം രക്തസാക്ഷിയുമായി. അപ്പോൾ 2 വർഷമേ റോമിലെ ഭരിച്ച കാലഘട്ടം ഉണ്ടായിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിലേക്ക് അദ്ദേഹം സബ് ഡീക്കനായിരുന്നു, റോമിൽ തന്നെ സബ് ഡീക്കനായിരുന്നു. ജനിച്ചതും റോമിൻ്റെ പ്രാന്തപ്രദേശത്താണ്, റോമിന് സമീപത്തുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മാർപ്പാപ്പ ആയതുകൊണ്ട് ഈ രാജാക്കന്മാരായും ഭരണ സംവിധാനമായും സഭയുടെ ഭരണമൊക്കെ ആയിട്ട് വളരെ അടുത്ത് ഇടപഴകിയിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ റോമിലെ രാജാവും മാർപ്പാപ്പയും അതോടൊപ്പം തന്നെ പൗരസ്ത്യ കോൺസ്റ്റാന്റിനോപ്പിളിലെ രാജാവും അവരുടെ ഭരണ സംവിധാനവും ഇതോട് ചേർന്ന് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സബ് ഡീക്കനായിരുന്നപ്പോൾ അദ്ദേഹം ആ കാലഘട്ടത്തിലാണ് മാർപ്പാപ്പയായിട്ട് നിയമിതനാകുന്നത്. സബ് ഡീക്കനായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയുടെ നിര്യാണത്തിൻ്റെ അവസരത്തിൽ ആളുകളെല്ലാവരും കൂടി ഒരുമിച്ച് ചേരുകയാണ്. ഈ അവസരത്തിൽ പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ സേനാധിപതി ഉണ്ടായിരുന്നു, ബെലിസാരൂസ് എന്ന് പറഞ്ഞ സേനാധിപതി. അദ്ദേഹത്തിന് ഈ സിൽവേരിയസുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിർദ്ദേശപ്രകാരം, റോമിലെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരവും മാർപ്പാപ്പയായിട്ട് സ്ഥാനാരോഹണം ചെയ്യുവാൻ അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ റോമിലുള്ള എല്ലാ വൈദികരും ഈ സ്ഥാനാരോഹണത്തെ അംഗീകരിക്കണമായിരുന്നു. ഇന്നുള്ളതുപോലെ ഇന്ന് കർദിനാളന്മാരാണല്ലോ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. അന്ന് അങ്ങനെയല്ല. റോം ഒരു രൂപതയാണ്. ആ രൂപതയുടെ വൈദികരായിരുന്നു മറ്റ് ഈ രാജാക്കന്മാരുടെ നിർദ്ദേശവും കൂടെ സ്വീകരിച്ചിട്ട് മാർപ്പാപ്പയെ, ആ റോമിൻ്റെ മെത്രാനെ തിരഞ്ഞെടുത്തിരുന്നത്, അതായത് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ അവിടെയുള്ള വൈദികരുടെ മുൻപിലേക്ക് രാജാക്കന്മാർ ഈ വ്യക്തിയെ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന വ്യക്തിയാണ് ഇനി നിങ്ങളുടെ മാർപ്പാപ്പയായിട്ട് മെത്രാനായിട്ട് വരുന്നതെന്ന് പറയും. അപ്പോൾ റോമിലുള്ള വൈദികരെല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഇതാണ് പാരമ്പര്യമായിട്ട് നിലനിന്നിരുന്നത്. അപ്പോൾ ഇതുപോലെ സിൽവേരിയസ് അന്ന് സബ് ഡീക്കനായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തിന് പട്ടം നൽകി അദ്ദേഹത്തിനെ മെത്രാനാക്കി. ഉടനെ അവരുടെ മെത്രാനായിട്ട് അവരോധിക്കുന്നതിന് വേണ്ടി അവരുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം ആ അവസരത്തിൽ റോമിൻ്റെ മെത്രാനായിട്ട് മാർപ്പാപ്പയായിട്ട് നിയോഗിക്കപ്പെട്ടു. പിതാവേ, സെൽവേരിയസ് പാപ്പ ചില പാഷണ്ഡതകളെ നേരിട്ടിട്ടുള്ളതായി കേട്ടിട്ടുണ്ടല്ലോ, അത് എപ്രകാരമായിരുന്നു? നിരവധി പ്രതിസന്ധികളിലൂടെ സഭ ഈ കാലഘട്ടത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഇതിപ്പോൾ 6-ാം നൂറ്റാണ്ടായി. 6 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴേക്കും വിവിധ തരത്തിലുള്ള പാഷണ്ഡതകൾ, ശീശ്മകൾ എല്ലാം സഭയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഏക സ്വഭാവവാദം. അതായത് അത് സൂചിപ്പിക്കുന്ന ഇതാണ്. അത് ഈ 431 കാൽസിഡോൺ സിനഡിൽ വളരെ കൃത്യതയോടുകൂടി ഈ ഏക സ്വഭാവവാദത്തെ ഖണ്ഡിക്കുകയും കൃത്യതയോടുകൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് സത്യദൈവവും സത്യ മനുഷ്യനുമാണ്. ഈശോ സത്യദൈവവും സത്യമനുഷ്യനുമാണെന്ന് കാൽസിഡോൺ സിനഡ് വളരെ വ്യക്തമായി 431 പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ പഠനം സ്വീകരിക്കാത്ത ആളുകൾ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. അതാണ് പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ. സഭയിലെപ്പോഴും വിവിധ തരത്തിലുള്ള പഠനങ്ങൾ കൊണ്ടുവന്ന് ആളുകളെ അടർത്തിക്കൊണ്ടു പോകുക പിശാച് പലപ്പോഴും ചെയ്യുന്നതാണ്. എന്നാൽ ആളുകൾ അറിയാതെ ഇങ്ങനെയുള്ള തിന്മകളുടെ ശക്തികൾക്ക് കീഴ്പ്പെട്ടു പോകുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തന്നെ ലേഖനങ്ങളിലൊക്കെ ഇതിനെതിരായിട്ട് ശക്തമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നത് നമുക്കറിയാം. ഞങ്ങൾ ഈ പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വർഗത്തിൽ നിന്നൊരു മാലാഖ വന്ന് പഠിപ്പിച്ചാൽ പോലും അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലൻ്റെ ആ കാലഘട്ടത്തിൽ, പൗലോസ് അപ്പോസ്തലൻ്റെ ആ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ തെറ്റായ പഠനങ്ങളുടെ കടന്നുകയറ്റം സഭയിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. അതിലൊന്നാണ് ഈ ഏക സ്വഭാവവാദം എന്നാൽ ക്രിസ്തുവിൽ ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ, ഒരു നേച്ചർ. അത് ഡിവൈൻ നേച്ചറാണ്, ദൈവിക സ്വഭാവം. ദൈവം മാത്രം. ക്രിസ്തു ദൈവമാണ്. അപ്പോൾ മനുഷ്യനല്ല. പിന്നെ മനുഷ്യനായിട്ട് അവതരിച്ചല്ലോ, അത് നമ്മുടെ തോന്നലാണെന്നാണ് അവതരിപ്പിക്കുന്നത്. അത് ദൈവമാണ്, ക്രിസ്തു ദൈവം. അപ്പോൾ ഏക സ്വഭാവം മനുഷ്യനല്ല എന്നുള്ളത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ശക്തമായിട്ട് നിഷേധിച്ചു. അപ്പോൾ ഇത് ഈ അലക്സാണ്ട്രിയൻ അന്ത്യോക്യൻ സർവകലാശാലകൾ, പൗരസ്ത്യ ദേശത്തുള്ള സർവകലാശാലകൾ ഈ വാദത്തെ ശക്തമായിട്ട് മുറുകെ പിടിച്ചു. കാൽസിഡോൺ സിനഡ് ഇതിനെ തള്ളിപ്പറഞ്ഞെങ്കിലും തുടർന്നും ഇതിനെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ,
സിൽവേരിയൂസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ പൗരസ്ത്യ ദേശത്തെ രാജാവ് ആരായിരുന്നു? ജസ്റ്റിൻ ഒന്നാമനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു രാജ്ഞി തിയഡോറ. തിയഡോറ എന്ന പേരിലുള്ള രാജ്ഞിയായിരുന്നു. ജസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് രാജ്യഭരണമെല്ലാം ക്രമീകരിച്ചിരുന്നത് രാജ്ഞി തിയഡോറയായിരുന്നു. അങ്ങനെയല്ലേ സ്ത്രീകളല്ലേ കുടുംബത്തിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത് പലപ്പോഴും, അല്ലേ? നിങ്ങൾ നിഷേധിക്കുമായിരിക്കും. എന്നാലും ഇവിടെ ഈ ജസ്റ്റീനിയൻ രാജാവിൻ്റെ ജീവിതത്തിൽ തിയഡോറ എന്ന രാജ്ഞിക്ക് വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. സിൽവേരിയൂസ് പാപ്പ സ്ഥാനമേറ്റെടുക്കുമ്പോൾ ഈ ഏക സ്വഭാവവാദത്തിൻ്റെ പേരിൽ, അതിന് തൊട്ട് മുൻപ് തന്നെ ഈ അന്ത്യോക്യൻ പാത്രിയാർക്കീസിനെയും അലക്സാണ്ട്രിയൻ പാത്രിയാർക്കീസിനെയും ഈ പേരിൽ മാർപ്പാപ്പ പുറത്തു നിർത്തിയിരുന്നു, സഭാപഠനങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തിയഡോറ രാജ്ഞി മാർപ്പാപ്പ സ്ഥാനമേറ്റെടുത്തതോടുകൂടി ആവശ്യപ്പെട്ടു ഇവരെ രണ്ടുപേരെയും തിരികെ എടുക്കണമെന്ന്. പക്ഷേ സിൽവേരിയൂസ് പാപ്പ അത് കാൽസിഡോൺ സിനഡ് പഠിപ്പിച്ചു, അത് സഭയുടെ പഠനമാണ്, ആ പഠനത്തിൽ നിന്ന് ഞാൻ ഒട്ടും തന്നെ പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ രാജ്ഞിയുടെ നിർദ്ദേശം, രാജ്ഞി കത്തയച്ചു കൊടുത്തു. ഇതിന് എനിക്ക് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ തരാൻ പറ്റിയില്ല. അവർ സഭയിൽ നിന്ന് പുറത്തായെങ്കിൽ അവർ പുറത്ത് തന്നെ എന്ന ഉത്തരമാണ് കൊടുത്തത്. ഈ ഉത്തരം കൊടുക്കുമ്പോൾ മാർപ്പാപ്പയ്ക്ക് അറിയാം ഇതിന് പിന്നാലെ ആരാണ് വരിക, പട്ടാളക്കാർ വരും, ശിക്ഷയുണ്ടാകും എന്ന് അറിയാമായിരുന്നു. എങ്കിലും വിശ്വാസത്തിന് വേണ്ടി വിശുദ്ധ സിൽവേരിയൂസ് പാപ്പ അതിൽ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാൻ നിന്നില്ല, ഭീഷണികളെ കീഴടങ്ങിയില്ല. ജീവൻ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ സത്യം സത്യം തന്നെ. തിന്മയ്ക്ക് കീഴടങ്ങാതെ മാർപ്പാപ്പ ശക്തമായ നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത്. പിതാവെ, പാഷണ്ഡതകളെ നേരിട്ടതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ സിൽവേരിയോസ് പാപ്പയ്ക്ക് നിരവധി ശിക്ഷകൾ ഏൽക്കേണ്ടി വന്നതായി കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? സ്വാഭാവികമായും മാർപ്പാപ്പ ഇങ്ങനെ ഒരു മറുപടി, അതായത് ഇവരുടെ പുറത്താക്കൽ, അലക്സാണ്ട്രിയയിലെയും അന്ത്യോക്യയിലെയും പാത്രിയാർക്കീസുമാരെ പുറത്താക്കിയ ആ തീരുമാനം അത് പിൻവലിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ നാട് കടത്തുകയാണ് ഉണ്ടായത്. ഈ നാട് കടത്താൻ പിന്നിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ചത് വിജിലിയൂസ് എന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹവും അതുപോലെ തന്നെ റോമിലെ പ്രധാനപ്പെട്ട ഒരു വൈദിക സ്ഥാനത്തുള്ള വ്യക്തിയായിരുന്നു, വൈദിക ഗണത്തിലുള്ള വിജിലിയൂസ് ആണ് ഇതിനു വേണ്ടി ഈ തിയഡോറ രാജ്ഞിക്ക് ചൂട്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തിയഡോറ രാജ്ഞിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിജിലിയൂസ് എന്ന ഈ വ്യക്തി, ഈ വൈദിക ഗണത്തിലുള്ള വ്യക്തിയാണ് രാജ്ഞിയോട് ഇക്കാര്യങ്ങളെ പറയുകയും അവർ നാട് കടത്തുവാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്ത് അവർ ഏഷ്യ മൈനറിലേക്ക് നാട് കടത്തുകയാണ് ഉണ്ടായത് സിൽവേരിയൂസ് പാപ്പയെ. സിൽവേരിയൂസ് പാപ്പയെ നാട് കടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിയഡോറ രാജ്ഞിയുടെ സൈന്യാധിപൻ ഇതിനെല്ലാം സഹായം ചെയ്തിരുന്ന വിജിലിയൂസിനെ മാർപ്പാപ്പയായിട്ട് പ്രഖ്യാപിച്ചു. പഴയതുപോലെ തിരഞ്ഞെടുപ്പൊന്നുമല്ല, മാർപ്പാപ്പയായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു വിജിലിയൂസിനെ. അങ്ങനെ ഒരു മാർപ്പാപ്പ നിൽക്കുമ്പോൾ തന്നെ വിജിലിയൂസ് മറ്റൊരു മാർപ്പാപ്പയായിട്ട് ഇവിടെ സ്ഥാനമേറ്റെടുത്തു. യഥാർത്ഥ സിൽവേരിയൂസ് മാർപ്പാപ്പ എവിടെ പോയി? വിപ്രവാസത്തിലുമായി, തടവിലുമാക്കപ്പെട്ടു. പിതാവേ, വിശുദ്ധ സിൽവേരിയസ് പാപ്പയെ തുടർന്നുള്ള മാർപ്പാപ്പ അധികാരമേറ്റതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അത് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ വിജിലിയൂസ് മാർപ്പാപ്പയോട് ചേർന്നാണ്. വിജിലിയൂസ് മാർപ്പാപ്പയായിരുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ തിയഡോറ രാജ്ഞിയുമായിട്ട് കൂടുതൽ, അവരുടെ സൈന്യാധിപനുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് കൊണ്ട് അവിടെ വിജിലിയൂസ് അത് ഇക്കാര്യങ്ങൾ സിൽവേരിയൂസ് മാർപ്പാപ്പയെക്കുറിച്ച് അദ്ദേഹം ഇതിനെതിരാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ വിപ്രവാസത്തിലേക്ക് വിടുകയും തുടർന്ന് ആ സ്വാധീനം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ വിജിലിയൂസ് എന്ന വ്യക്തി മാർപ്പാപ്പയായിട്ട് സ്വയം അവരോധിക്കുകയാണ് ചെയ്തത്. പിതാവേ, വിശുദ്ധ സിൽവേരിയൂസ് പാപ്പയുടെ രക്തസാക്ഷിത്വം എങ്ങനെയായിരുന്നു? വിശുദ്ധ സിൽവേരിയൂസ് പാപ്പ ഏഷ്യ മൈനറിൽ തടങ്കലിലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ തടങ്കലിലുള്ള ആയിരുന്ന സ്ഥലത്തെ മെത്രാൻ ജസ്റ്റീനിയൻ ചക്രവർത്തിക്ക് എഴുതി, ഇങ്ങനെ ഒരു മാർപ്പാപ്പ ഇവിടെ താമസിപ്പിക്കുന്നത് ശരിയല്ല. ഒരുപക്ഷേ രാജാക്കന്മാർ ഈ ലോകത്തിൽ പലതും ഉണ്ടായിരിക്കാം, പക്ഷേ സഭയ്ക്ക് ഒരു മാർപ്പാപ്പ മാത്രമേ ഉള്ളൂ, അതങ്ങ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ്
ഒരു കത്ത് ഈ മെത്രാൻ, അദ്ദേഹം തടവിലായിരുന്ന സ്ഥലത്തെ മെത്രാൻ ജസ്റ്റീനിയൻ ചക്രവർത്തി, അതായത് പൗരസ്ത്യ ദേശത്തെ രാജാവാണ്. കോൺസ്റ്റാന്റിനോപ്പിളിലെ രാജാവായിരുന്നു ജസ്റ്റീനിയൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് അറിയാമല്ലോ, തീഡോറ. അപ്പോൾ ഈ ജസ്റ്റീനിയൻ ചക്രവർത്തിക്ക് എഴുതി. ജസ്റ്റീനിയൻ ചക്രവർത്തിക്ക് മനസ്സിലായി ഈ താൻ ചെയ്തത് തെറ്റായിപ്പോയി, തൻ്റെ ഭാര്യയുടെ സ്വാധീനം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് യഥാർത്ഥ മാർപ്പാപ്പ വിശുദ്ധ സിൽവേരിയസ് തന്നെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ തടങ്കലിൽ നിന്ന് അദ്ദേഹത്തെ റോമിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരിക. പക്ഷെ റോമിലേക്ക് തിരികെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. എന്താണ് സംഭവിക്കുക റോമിലേക്ക് തിരികെ വരുമ്പോൾ? അവിടെ ഒരു മാർപ്പാപ്പ വേറെ ഇല്ലേ? ആരാണത്? അദ്ദേഹത്തിൻ്റെ പേരെന്താ? വിജിലിയൂസ്. വിജിലിയൂസ് അവിടെ മാർപ്പാപ്പയായിട്ട് സ്വയം അവരോധിച്ചിരുന്നു. അപ്പോൾ വിജിലിയൂസിന് മനസ്സിലായി രാജാവ് കളം മാറിയെന്ന്. അപ്പോൾ ഇനി എങ്ങനെയാണ് തൻ്റെ സ്ഥാനം നിലനിർത്താൻ കഴിയുക? അദ്ദേഹത്തിൻ്റെ സ്വാധീനത്താലും അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകളുടെ സ്വാധീനത്താലും ഇവിടെ നിന്ന് തടങ്കലിൽ നിന്ന്, ഏഷ്യ മൈനറിൽ നിന്ന് റോമിലേക്ക് വരുന്ന ഈ മാർപ്പാപ്പയെ, സിൽവേരിയസ് മാർപ്പാപ്പയെ അവർ തടവിലാക്കി. അതായത് ഒരു സ്പെഷ്യൽ സംഘം അവരെ തടവിലാക്കിയിട്ട് ഇറ്റലിയുടെ തന്നെ അടുത്തുള്ള, ഇറ്റലിയിൽ തന്നെയുള്ള പൽമീറ എന്ന ദ്വീപിലേക്ക് നാട് കടത്തി. പൽമീറ എന്ന ദ്വീപിലേക്ക് നാട് കടത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ പൽമീറ എന്ന ദ്വീപിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ ആയിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നു. രണ്ട് വിധത്തിൽ രക്തസാക്ഷിയായി തീർന്നെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ ആക്രമികൾ, ഇവിടുന്ന് റോമിൽ നിന്ന് തന്നെ അയച്ച ആക്രമികൾ അദ്ദേഹത്തെ വധിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റൊന്നുള്ളത്, അദ്ദേഹത്തിന് ഭക്ഷണമൊന്നും കൊടുക്കാതെ പട്ടിണി കിടന്ന് മരിച്ചു. എങ്ങനെയാണെങ്കിലും അദ്ദേഹം അവിടെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്, ജീവിതം ത്യജിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് പിന്നീട് ഒരിക്കലും അദ്ദേഹം തിരികെ വന്നില്ല. അങ്ങനെ വിജിലിയൂസ് പിന്നീട് 338 മുതൽ 355 വരെ മാർപ്പാപ്പയായിട്ട് തുടരുകയാണ് ഉണ്ടായത്. ഇതിൽ നമുക്ക് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, നമ്മൾ സാധാരണ ബുദ്ധിക്ക് ചിന്തിക്കുമ്പോൾ വിജിലിയൂസ് മാർപ്പാപ്പയായത് ശരിയായോ? ശരിയായ രീതിയിലൂടെയാണോ മാർപ്പാപ്പ ആയത്? അല്ലേ? തെറ്റായ മാർഗങ്ങളിലൂടെയാണ് അധികാര സ്ഥാനത്ത് എത്തിയത്. ഒരുപക്ഷെ അത് രാജാക്കന്മാരുടെ ആവശ്യമായിരിക്കാം. പക്ഷേ ആവശ്യമാണെങ്കിൽ പോലും അത് അധികാര സ്ഥാനത്തേക്ക് എത്തിയത് തെറ്റായ മാർഗങ്ങളിലൂടെയാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഈശോ പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. പത്രോസ്, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പഠിപ്പിക്കുന്നില്ലേ? അങ്ങനെ സഭയിൽ എല്ലാ കാലത്തും ഇത് നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. വിജിലിയൂസ് പിന്നീട് മാർപ്പാപ്പയായി. എന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനം എപ്രകാരമാണെന്ന്. വിശുദ്ധ സിൽവേരിയൂസ് മരിച്ച ഉടൻ തന്നെ ഔദ്യോഗികമായിട്ട്, നേരത്തെ ഔദ്യോഗികമായി 2 മാർപ്പാപ്പന്മാരുണ്ടല്ലോ, ഔദ്യോഗികമായിട്ട് അദ്ദേഹം സ്ഥാനമേറ്റെടുത്ത ഉടനെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഏക സ്വഭാവവാദത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കുക, അതിനെതിരെയുള്ളവർക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു. മാത്രമല്ല സഭയുടെ പഠനങ്ങളിൽ മുറുകെ പിടിക്കുകയും വിശ്വാസം ശക്തമായിട്ട് എല്ലാവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി തീഷ്ണതയോടുകൂടി പ്രവർത്തിച്ച ഒരു മിഷണറിയായി മാറുകയും ചെയ്തു വിജിലിയൂസ് എന്ന മാർപ്പാപ്പ. സഭയിൽ എങ്ങനെയാണ് ദൈവം കൊണ്ടുപോകുന്നത്? മാനുഷിക ബുദ്ധിക്ക് നോക്കുമ്പോൾ മാംസരക്തങ്ങളല്ല, സ്വർഗത്തിലുള്ള പിതാവാണ് ഇതെല്ലാം നയിക്കുന്നതെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നാം വിചാരിക്കും, എങ്ങനെയാണ് ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ മാർപ്പാപ്പയാകാൻ സാധിക്കുക? പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും ഒരുപക്ഷെ സഭയെ നയിക്കുവാൻ ദൈവം നിയോഗിക്കുന്നത്. വിശുദ്ധ സിൽവേരിയസ് പോലെ വിശ്വാസത്തിന് വേണ്ടി തീഷ്ണതയോടുകൂടി മരിച്ച ഒരു രക്തസാക്ഷിയെ സഭയ്ക്ക് ആവശ്യമായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ദൈവം ക്രമീകരിക്കുന്നത്. മനുഷ്യബുദ്ധിക്ക് ചിന്തിച്ചാൽ അത് ശരിയല്ല. പക്ഷേ ദൈവത്തിന് മുൻപിൽ എല്ലാ കൃത്യമായ കണക്ക് കൂട്ടലുകളുണ്ടെന്ന് പഴയ നിയമം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാം അല്ലേ? പഴയ നിയമം പരിശോധിക്കുമ്പോൾ നമുക്ക് ബർഷബായും അതുപോലെ താമാറും എല്ലാം വംശാവലിയിലേക്ക് കടന്നു വരുന്നില്ലേ? റൂത്തും എല്ലാം വംശാവലിയിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ലല്ലോ. അങ്ങനെ തന്നെയാണ് ഈ വിജിലിയൂസ് മാർപ്പാപ്പയുടെ കടന്നുവരവ്. അവിടെ തന്നെയാണ് വിശുദ്ധ സിൽവേരിയസിൻ്റെ രക്തസാക്ഷ്യത്തിൻ്റെ മഹത്വവും നിലനിൽക്കുക. പിതാവേ, വിശുദ്ധ സെൽവേരിയോസ് പാപ്പ നാവികരുടെ മധ്യസ്ഥനായിട്ടാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണത്? വിശുദ്ധ സെൽവേരിയോസ് പാപ്പ
വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആളുകൾ വിശുദ്ധനാക്കിയ വ്യക്തിയാണ് വിശുദ്ധ സെൽവേരിയൂസ്. രക്തസാക്ഷി എന്ന നിലയേക്കാൾ കൂടുതൽ വിശുദ്ധനാക്കിയ വ്യക്തിയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. വളരെ പോപ്പുലർ ആകുക, ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരിക, ജനങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുക, എപ്പോഴും ആളുകൾ കടന്നു വരിക. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ നാട് കടത്തിയത്, ശിക്ഷിക്കപ്പെട്ട അദ്ദേഹം വധിക്കപ്പെട്ടത് പൽമേറ ദ്വീപിലായിരുന്നല്ലോ. ആ ദ്വീപിന് സമീപത്തോടുകൂടി മത്സ്യത്തൊഴിലാളികൾ യാത്ര ചെയ്യുമ്പോൾ അവർ മീൻ പിടിക്കുന്ന അവസരത്തിൽ കൊടുങ്കാറ്റുണ്ടായി. ഈ കൊടുങ്കാറ്റ് ഉണ്ടാകുന്ന അവസരത്തിൽ അവരെ രക്ഷിക്കുവാൻ വേണ്ടി വിശുദ്ധ സിൽവേരിയൂസ് തന്നെ വരുന്നതായിട്ട് അവർക്ക് കാണുവാൻ സാധിച്ചു. അവർ നോക്കുമ്പോൾ വിശുദ്ധ സിൽവേരിയൂസ് വരികയും അവരെ രക്ഷിക്കുകയും ചെയ്തു. ഇത് വളരെയധികം ഈ ഒരു സംഭവം സ്വാഭാവികമായിട്ടും അവർ പങ്കുവച്ചു. ഞങ്ങൾ കൊടുങ്കാറ്റിൽ പെട്ടപ്പോൾ വിശുദ്ധ സെൽവേരിയൂസ് മാർപ്പാപ്പ ഞങ്ങളെ വന്ന് രക്ഷിച്ചു. ആ ഒരു സംഭവം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി, അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയുകയും ധാരാളം ആളുകൾ അദ്ദേഹത്തിനെ വണങ്ങുകയും അദ്ദേഹത്തിന് ദേവാലയങ്ങൾ സൃഷ്ടിക്കുകയും വളരെയധികം പ്രസിദ്ധനാകുകയും ചെയ്തു. അതാണ് വിശുദ്ധ മാർപ്പാപ്പയുടെ, വിശുദ്ധ സിൽവേരിയസ് മാർപ്പാപ്പ രക്തസാക്ഷിത്വം അദ്ദേഹത്തെ വിശുദ്ധനാക്കി എന്നുള്ളതിൻ്റെ വലിയ തെളിവായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക. സഭയുടെ വളർച്ചയിൽ വളരെ നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു വിശുദ്ധ സിൽവേരിയൂസ് പാപ്പയുടെ കാലഘട്ടം. മതമർദ്ദനങ്ങൾ അവസാനിച്ച ആ കാലത്ത് വിശ്വാസപരമായ വെല്ലുവിളികൾ ഉയർന്നു വന്നപ്പോൾ അതിനെ ചങ്കൂറ്റത്തോടെ നേരിടുവാൻ സന്നദ്ധനായ വിശുദ്ധ സിൽവേരിയൂസ് പാപ്പ സഭാസമൂഹത്തിന് വലിയൊരു മാതൃകയായി മാറി. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എപ്രകാരം അതിനോട് പ്രതികരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രക്തസാക്ഷികളുടെ ചുടുനീളം, അവരുടെ ജീവിതം എത്രയോ ശക്തമാണ് സഭയുടെ ജീവിതത്തിലെന്ന് വിശുദ്ധ സിൽവേരിയൂസ് മാർപ്പാപ്പയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. പ്രിയപ്പെട്ടവർ തന്നെ അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ധീരതയോടുകൂടി, ഒരു മടിയും കൂടാതെ, മരണം മുമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴും കണ്ണടയ്ക്കാതെ ശക്തിയോടുകൂടി മരണത്തെ പുൽകുവാൻ സാധിക്കുന്നവരാണ് ധീരരായ രക്തസാക്ഷികൾ. അവരുടെ കരുത്ത്, അവരുടെ ജീവൻ, അവരുടെ രക്തമാണ് സഭയുടെ കരുത്ത്, സഭയുടെ ആത്മാവ്. വിശുദ്ധ സിൽവേരിയൂസ് അവരിൽ ഒരാളാണ്. അദ്ദേഹം ഇനിയും സഭയെ നയിക്കും, സഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കും. നമുക്കെല്ലാവർക്കും പ്രകാശമായിട്ട് വിശുദ്ധ സിൽവേരിയൂസ് എല്ലാ കാലത്തും ഉണ്ടാകും. നമുക്ക് വിശുദ്ധ സിൽവേരിയൂസിനോട് പ്രാർത്ഥിക്കാം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിൽ അടുത്ത എപ്പിസോഡ് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. രക്തസാക്ഷിത്വം, രക്തസാക്ഷിത്വം, ക്രിസ്തുമാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിണമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും